കേരള സർവകലാശാലയിലെ ഒരു ഗവേഷണ വിദ്യാർത്ഥി താൻ ഗവേഷണം ചെയ്യുന്ന വിഭാഗത്തിലെ വകുപ്പ് മേധാവിയിൽ നിന്ന് ജാതിയുടെ പേരിൽ അധിക്ഷേപം നേരിട്ടതായി പരാതി നൽകിയിരിക്കുകയാണ്. ഈ വിദ്യാർത്ഥി സംസ്കൃതത്തിലാണ് ഗവേഷണം ചെയ്യുന്നത്. അധ്യാപികയുടെ ഭാഗത്തു നിന്നുണ്ടായ നടപടി മനുഷ്യത്വരഹിതവും അപലപനീയവുമാണെന്ന് വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനകൾ ആരോപിച്ചിട്ടുണ്ട്. ഈ സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി അടിയന്തര അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വന്ദേഭാരത് ഉദ്ഘാടന ചടങ്ങിൽ വിദ്യാർത്ഥികൾ ഗണഗീതം ആലപിച്ച സംഭവം എറണാകുളം ബംഗളൂരു വന്ദേഭാരത് എക്സ്പ്രസിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾ ട്രെയിനിനുള്ളിൽ ഒരു ഗണഗീതം ആലപിച്ചതാണ് വിവാദമായത്. ദക്ഷിണ റെയിൽവേ ഈ വീഡിയോ എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കുട്ടികളെ ഏതെങ്കിലും രാഷ്ട്രീയ സംഘടനയുടെ വർഗീയ അജണ്ടകൾക്ക് ഉപയോഗിക്കുന്നത് ഭരണഘടനാ തത്വങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നും മന്ത്രി വ്യക്തമാക്കി. പശ്ചിമഘട്ടത്തിൽ ഗുരുതര പ്രത്യാഘാതമുണ്ടാക്കുന്ന ശരാവതി ജലവൈദ്യുത പദ്ധതിക്ക് കേന്ദ്രം പൂട്ടിട്ടു. കർണാടകത്തിലെ പശ്ചിമഘട്ട മേഖലയിൽ നിർദ്ദിഷ്ടമായിരുന്ന ശരാവതി ജലവൈദ്യുത പദ്ധതിക്ക് കേന്ദ്ര വനം, പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം പാരിസ്ഥിതിക അനുമതി നിഷേധിച്ചു. പദ്ധതി മേഖലയിലെ ജൈവ വൈവിധ്യത്തിനും പരിസ്ഥിതിക്കും ദോഷമെത്തിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അനുമതി നിഷേധിച്ചത്.